ദീനുണ്ടോ? ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. ഇൻ തൻസുറുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ. എങ്ങനെയാണ് അല്ലാഹുവിനെ പണം കൊടുത്താണോ അല്ലാഹുവിനെ സഹായിക്കുന്നത്? ഇൻ തൻസുറുല്ലാഹ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയാണ്, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. നിങ്ങൾ അല്ലാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ. എങ്ങനെയാണ് അല്ലാഹുവിനെ സഹായിക്കുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ശറഅ് ദീനിനെ നിങ്ങൾ സഹായിക്കണം. ദീനിയായി നിങ്ങൾ നടക്കണം. അതേ നമസ്കാരം കൃത്യമായി നിങ്ങൾ ചെയ്യണം. അങ്ങനെ ദീനിയായ ഒരാളാണോ നിങ്ങളെങ്കിൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും. നമുക്ക് ദീനുണ്ടോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ? നമ്മൾ ഇന്ന് ഫുട്ബോളിന്റെ പുറകിലാണ്, മറ്റുള്ള വിനോദങ്ങളുടെ പുറകിലാണ്. നമ്മളിങ്ങനെ ഈ ലോകവുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. ഇനി നമുക്ക് ഈ ലോകം മാത്രമേ ഉള്ളൂ ജീവിതം. ഈ ലോകത്ത് ഇതല്ലാതെ ജീവിതമില്ല. മരണപ്പെട്ടു പോയാൽ മരണപ്പെട്ടു പോയി, അവിടെ ഇനി ഒരു ജീവിതമില്ല എന്ന് വാദിക്കുന്നവരോടും യുക്തിവാദികളോടും നമ്മൾ പറയട്ടെ, നമുക്ക് ഇനിയാണ് നമുക്ക് ജീവിതമുള്ളത്. ഇതൊരു ജീവിതമല്ല. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിന് തുടക്കമാണെന്ന് അല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയാം. ഒരാൾ മരിക്കലോടുകൂടി അവസാനിക്കുകയല്ല, അദ്ദേഹം ജീവിക്കലാണ്. മരണം അവന്റെ ഒടുക്കമല്ല, അവന്റെ തുടക്കമാണ്. അതല്ലേ പരിശുദ്ധമായ സൂറത്തുൽ മുൽക്കിൽ പറഞ്ഞത്. അവിടെ മരണത്തെയാണ് അല്ലാഹു ആദ്യമായി ഫഇന്നൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ. നിശ്ചയമായും മരണവും ജീവിതവും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ആരാണ് ആ പരീക്ഷയിൽ നല്ലതുപോലെ പരീക്ഷ എഴുതുന്ന ആരാണ്? അങ്ങനെ പരിശോധിക്കാൻ വേണ്ടിയാണ് അല്ലാഹു മരണത്തെയും ജീവിതത്തെയും അല്ലാഹു നൽകിയിട്ടുള്ളത്. അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ അവസാനിക്കുന്നില്ല, അവന്റെ ജീവിതം തുടങ്ങുകയാണ്. നമ്മൾ കണ്ടില്ലേ, നമ്മൾ തൊട്ടടുത്ത സ്ഥലത്ത് തൊട്ട ഭാഗങ്ങളില് ഇവിടെ അടുത്ത അസ്ഹർ എന്ന് പറയുന്ന ഒരു സഹോദരൻ, ചെറുപ്പക്കാരനാകുന്ന സഹോദരനല്ലേ അല്ലാഹു വിളിക്ക് ഉത്തരം ചെയ്ത് പോയത്. നമ്മുടെ നാടുകളിലെ നമ്മുടെ ഈ സ്ഥലങ്ങളിൽ തന്നെ എത്രയോ ആളുകൾ പെട്ടെന്നുള്ള മരണവുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്ര പോയിട്ടുണ്ട്. എന്റെ ചെറുപ്പക്കാരാ, ആ സഹോദരനും ആഗ്രഹമില്ല എന്നോ ഫുട്ബോൾ കാണണമെന്ന്. ഫുട്ബോൾ വിനോദം ഇസ്ലാമിൽ ഉള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കായികം ചെയ്തവരാണ്. ആയിഷ ബീവിയും നിബിതങ്ങളും കളിച്ചവരാണ്. അവര് കായികമേളയിൽ പങ്കെടുത്തവരാണ്. അവര് അങ്ങനെയുള്ള കായിക അഭ്യാസങ്ങൾ പഠിച്ചവരാണ്. ഇസ്ലാം വിലക്കപ്പെട്ടതല്ല. രാത്രി മുതൽ സുബഹി വരെയും കളി കണ്ടിട്ട് സുബഹി നമസ്കരിക്കാതെ നടക്കുന്ന ചെറുപ്പക്കാരെ, അതേ നമ്മൾ മദ്രസയിലേക്ക് പഠിക്കുന്ന 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് 10 മലക്കുകളെ പേരറിയില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരറിയില്ല, അതെ അള്ളാഹുവിന്റെ വാജിബായ സിഫത്തുകൾ അറിയില്ല, അള്ളാഹുവിന്റെ വാജിബായ മുസ്തഹിലായ സിഫത്തുകൾ അറിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളുടെ പേരറിയില്ല. എന്തിനേറെ പറയുന്നു, ഷഹാദത്ത് കലിമ ചോദിച്ചാൽ അറിയാത്ത മക്കള് ഇന്ന് അർജന്റീനയുടെയും ബ്രസീലിന്റെയും അതേ ഫ്രാൻസിന്റെയും ആ ക്യാപ്റ്റന്മാരുടെ പേരുകളും ആ താരങ്ങളുടെയും പേര് പറയുമ്പോൾ ചെറിയ കുട്ടികൾ, ഒരു കുട്ടി പ്രായപൂർത്തിയായ ആദ്യം പഠിപ്പിക്കേണ്ടത് ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെയാണ് പഠിപ്പിക്കേണ്ടത്. ആ തങ്ങളാണ് അള്ളാഹുവിനെ പറ്റി നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹു ആരാണ് നമ്മളെ പഠിപ്പിച്ചത്? ആരാണ് പഠിപ്പിച്ചത്? അള്ളാഹുവിന്റെ ഹബീബല്ലേ. അള്ളാഹ് ഇന്നാളാണ് നമ്മളെ പഠിപ്പിച്ചത്. ഇലാഹുക്കും ഇലാഹും വാഹിദ്, ഇത് നമ്മളോട് പഠിപ്പിച്ചത് ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങളാണ്. ആ തങ്ങളാണ് പറയാ അള്ളാഹുവിന്റെ ദീനെ നിങ്ങൾ ഹയാത്താക്കിയാൽ. നമ്മുടെ മദ്രസയിൽ വരുന്ന കുട്ടികള്, ആ കുട്ടികൾ ചെറിയ മക്കള് രാവിലെ മദ്രസയിലേക്ക് വരുമ്പോൾ അവര് കളിയെ പറ്റിയാണ് സംസാരിക്കുന്നതെങ്കിൽ ഇത്രയും അവരുടെ ഹൃദയത്തിലേക്ക് ഈ ആളുകള് എന്തിനാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, കേരളത്തെ പറ്റി അറിയാത്ത ആളുകളാണ് ഇവരൊക്കെ. ഞാനൊന്ന് പറയട്ടെ, ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യം, അതേ ചെങ്കടല്, ഈജിപ്തിൽ നിന്നും ചെറിയ ചെങ്കടല് കുറുക്കിനെ ഒന്ന് കടന്നാൽ നേരെ വന്നെത്തുന്ന സ്ഥലമാണ് ഫലസ്തീൻ. അവിടെ വെച്ചാണ്, ആ ഫലസ്തീനിലേക്കാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും സംഘവും പുറപ്പെട്ടത്. അതിന്റെ പുറയിലാണ് ഫറോവയും ചക്രവർത്തിയും പുറപ്പെട്ടത്. അങ്ങനെ നടുക്കെത്തിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ
മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മറുകരയിൽ എത്തിച്ചിട്ട് അതേ ഫറോവയും ആ ആളുകളെയും അല്ലാഹു അവിടെ മുക്കിക്കൊന്നതെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇന്ന് നമ്മൾ കൈറോ എന്ന് പറയുന്ന മ്യൂസിയത്തിൽ പോയാൽ ഈ ഭരണാധികാരിയുടെ ജഡ ബോഡി ഇന്നും അല്ലാഹു നശിപ്പിക്കാതെ ചെങ്കടലിൽ നൂറ്റാണ്ടുകളോളം വർഷങ്ങളോളം ചെങ്കടലിൽ അല്ലാഹു സൂക്ഷിച്ചെങ്കിൽ അത് പിൽക്കാലത്തുള്ള നമുക്കൊക്കെ ഒരു പാഠമാണ്. അവിടെ ഇന്നും നമ്മൾ ആ ഫറോവ ചക്രവർത്തിയുടെ ബോഡി മമ്മി എന്ന് പറയുന്ന ആ സാധനം കാണണമെങ്കിൽ കണ്ടവർ ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ. ഇന്നും അല്ലാഹു അതിന് ഒരു കേടുപാടില്ലാതെ സൂക്ഷിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അള്ളാഹുവിന്റെ സഹായം നമുക്ക് ഇപ്പോഴും നമുക്കുണ്ട്. പക്ഷേ നമ്മൾ അള്ളാഹുലേക്ക് നമ്മൾ അടുക്കുന്നില്ല. അള്ളാഹുവിനെ നിങ്ങൾ സഹായിക്കണം. എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും, നമുക്ക് ഒരുപാട് ബേജാറും ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകും. നമുക്ക് അള്ളാഹു രോഗം തരും. അള്ളാഹുവേ, സമ്പത്തില്ലാതെ കരയുന്ന ആളുകളെയാണ് നമുക്ക് കാണാം. എന്തിനാണ് നമുക്ക് സമ്പത്ത്? നമ്മൾ എപ്പോഴും ചോദിക്കേണ്ട ഒന്നേ ഒന്നുള്ളൂ, ആരോഗ്യം. ആരോഗ്യമില്ലാത്ത ആളുകൾ ഇവിടെ ഇരിക്കുന്നവർക്കറിയാം. നിൽക്കാൻ പോലും കഴിയാത്തവർ, ഒന്ന് സുജൂദ് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ. കോടികളുള്ളവരായിരിക്കും ഇവിടെ അല്ല, ലക്ഷങ്ങള് കോടികൾ സമ്പാദിച്ചവരാണ്. അവർക്ക് ഒന്ന് ഇരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. എന്തിനാണ് അവരുടെ കോടികള്? അൽഹംദുലില്ലാഹ്, എപ്പോഴും അല്ലാഹുവിന്റെ അൽഹംദുലില്ലാഹ് നമ്മൾ പറയണം. നമുക്ക് ഒരു കുഴപ്പമില്ലാതെ കുനിയാനും കുരാനും സുജൂദ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നല്ലോ. എപ്പോഴും എത്ര അല്ലാഹുവിനെ സ്തുതിച്ചാൽ നമുക്ക് എന്തെങ്കിലും പടച്ചവനെ ആ സ്തുതി അധികമാകുമോ? നമുക്ക് അല്ലാഹു നൽകിയ കണ്ണുകൾക്ക് നിന്റെ ഖിയാമത്ത് നാൾ വരെയുള്ള നിന്റെ സുജൂദ് അതിന് പറ്റുമോ? നമുക്ക് എത്ര നാൾ നമ്മൾ എന്തെല്ലാം അമൽ ചെയ്താലും അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങള്, നമ്മുടെ ശരീരങ്ങൾ വെച്ച് ഭിന്നിച്ചിട്ടുള്ള അവയവങ്ങള്, ആ അവയവങ്ങൾക്കൊന്ന് പോരായ്മ വന്നാൽ ലക്ഷങ്ങൾ കൊടുത്തു പോലും ഫിറ്റ് ചെയ്താൽ പോലും ആ പഴയതിന്റെ ക്വാളിറ്റി